ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോസിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പല ആളുകൾക്കുണ്ടൊരു തെറ്റിദ്ധാരണ, നമ്മളൊരു ഷോട്ടോക്കാൻ കരാട്ടെ മാത്രമാണോ എന്നുള്ളത്. അല്ല, ഇനി നമ്മുടെ കോട്ടക്കൽ ഷോട്ടോക്കാൻ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാഡമിയിൽ ബോക്സിങ്, കിക്ക് ബോക്സിങ് കുറേ മുമ്പ് തന്നെ, അത് 15 വർഷത്തോളം മുമ്പ് തന്നെ നമ്മൾ ഇവിടെ ട്രെയിനിങ് കൊടുത്ത് നമ്മൾ കുട്ടികളെ ചാമ്പ്യൻഷിപ്പിൽ ഇറക്കാറുണ്ട് സാധാരണ. പക്ഷേ ഇനി നിങ്ങൾക്ക് സർട്ടിഫൈഡ് ട്രെയിനറുടെ അണ്ടറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബോക്സിങ്, കിക്ക് ബോക്സിങ് പരിശീലിപ്പിക്കാം. അതും തന്നെ എന്താണ്, കോട്ടക്കൽ ഷോട്ടോക്കാൻ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാഡമി എന്ന് പറയുന്നത് കോട്ടക്കൽ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് 15 വർഷത്തോളമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. ഇതിന്റെ അണ്ടറിൽ 2000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരുപാട് സ്കൂളുകളും അതുപോലെ തന്നെ എറണാകുളം, കോട്ടയം, വള്ളിക്കുന്ന്, ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകൾ, കുറുക, വേങ്ങരൊക്കെ ആയിട്ട് ഒരുപാട് ബ്രാഞ്ചുകളിലായിട്ട് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. പല കുട്ടികളുടെയും ആവശ്യാർത്ഥ അനുസരിച്ചാണ് ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു 2-3 വർഷമായിട്ട് ബോക്സിങ്, കിക്ക് ബോക്സിങ്ങിൽ സജീവമായി വരുന്നത്. ഇനിയിപ്പോൾ ഞങ്ങളെ ലക്ഷ്യം എന്ന് പറയുന്നത് വലിയ വലിയ ചാമ്പ്യൻഷിപ്പുകൾ, ജില്ലാ ചാമ്പ്യൻഷിപ്പുകൾ, സ്റ്റേറ്റ്, നാഷണൽ, ഇന്റർനാഷണൽ വരെ ചാമ്പ്യൻഷിപ്പുകളിൽ ഇറക്കാനുള്ള പദ്ധതിയാണ് ബോക്സിങ്, കിക്ക് ബോക്സിങ്. ഇതുവരെ ഞങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് കരാട്ടയിലായിരുന്നു. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം, ബോക്സിങ്, കിക്ക് ബോക്സിങ് രംഗത്തോടുകൂടി കൂടുതൽ സജീവമാകാനുള്ളൊരു പദ്ധതിയിലാണ് ഞങ്ങളുടെ അക്കാഡമി മുന്നോട്ട് പോകുന്നത്. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, സാധാരണ നമ്മൾ ഒരു ബോക്സിങ് അല്ലെങ്കിൽ കിക്ക് ബോക്സിങ് അല്ലെങ്കിൽ കരാത്തെ പോലുള്ള മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഒരു അക്കാഡമിയിൽ, ഒരു കരാട്ടയ്ക്ക് ആണെങ്കിൽ കരാട്ടെ മാത്രം കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലാണ്. ആ കുട്ടിക്ക് ബോക്സിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു അക്കാഡമിയെ തേടി പോകേണ്ട ഒരു അവസ്ഥയിലാണ്. പക്ഷേ തികച്ചും വ്യത്യസ്തമായിട്ടാണ് നമ്മളെ കോട്ടക്കൽ ഷോട്ടോക്കാൻ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാഡമിയുടെ അണ്ടറിൽ വരുന്നത്. കാരണം ഇവിടെ ബോക്സിങ്, കിക്ക് ബോക്സിങ്, മറ്റുള്ള മാർഷൽ ആർട്സുകളൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കുട്ടികളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പിന്നെ നമ്മുടെ കരാട്ടയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തികച്ചും ബോക്സിങ്, കിക്ക് ബോക്സിങ് ഫ്രീ ആണ്. അത് 2 ദിവസം കരാട്ടയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതേ ഫീസ് തന്നെ എന്താണ്, ഒരു ദിവസം കുട്ടിക്ക് തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ കിക്ക് ബോക്സിങ്, ബോക്സിങ് കൊടുക്കുന്നത്. അതല്ലാതെ ബോക്സിങ്ങും കിക്ക് ബോക്സിങ്ങും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയിൽ 2 ദിവസം ബോക്സിങ്, കിക്ക് ബോക്സിങ്ങിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട്. ഇനി കരാട്ടെ മാത്രം വേണമെന്നുണ്ടെങ്കിൽ കരാട്ടെ മാത്രമായിട്ട് ട്രെയിനിങ് ചെയ്യാം. കരാട്ടയോട് കൂടിയിട്ട് എന്തായാലും കിക്ക് ബോക്സിങ്, ബോക്സിങ് ഫ്രീ ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോസിൽ കരാട്ടയും അതുപോലെ തന്നെ ബോക്സിങ്, കിക്ക് ബോക്സിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടാം. വരൂ. ഓക്കെ, ഇതാണ് ആള്. എന്റെ പേരെന്താണ്? ഇസുദ്ദീൻ. എവിടെ സ്ഥലം? ആട്ടേരി. ഓക്കെ. ഇപ്പോ എത്ര വർഷമായി ഇവിടെ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നത്? 2 വർഷമായിട്ട് അല്ലെ? ഇപ്പൊ ബോക്സിങ്ങും കിക്ക് ബോക്സിങ്ങും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലെ? എന്താണ് നമ്മള് പിന്നെ ബോക്സിങ്ങിൽ വന്നിട്ട് എന്താ, കിക്ക് ബോക്സിങ്, ബോക്സിങ് പ്രാക്ടീസ് ചെയ്തിട്ട് എന്താണ് ഒരു മാറ്റം രണ്ടും കൂടി? ഒന്നില് നമ്മൾ കുറെ മൂവ്മെന്റ്സുകളും കാര്യങ്ങളും കത്താസിൽ വരും അല്ലെ? കത്താസ് കാര്യങ്ങളൊക്കെ വരും അല്ലെ നമ്മളെ കരാട്ടിയില്. ഇതിനാകുമ്പോ ഫുള്ളായിട്ട് ഫൈറ്റ് മാത്രമാണ് വരുന്നത് അല്ലെ? അപ്പൊ എന്തൊക്കെ പഠിച്ചു? എന്താണ് ഇപ്പൊ ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് ബോക്സിങ്ങിൽ ഇറങ്ങാനുള്ള ഉദ്ദേശം? ഇവിടെ ഉണ്ടോ? സ്കൂളുകളിൽ എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? 8ാം ക്ലാസ്. എവിടെയാ പഠിക്കുന്നത്? പർപ്പൂർ IHS. ഓക്കെ. അപ്പോൾ IHS നമുക്ക് സബ് ജില്ലാ കോമ്പറ്റീഷനൊക്കെ ഇറങ്ങാൻ പറ്റുക ഇറങ്ങല്ലേ? എന്തായാലും ഞങ്ങൾ ട്രെയിനിങ് തരും. അപ്പോൾ ഓൾറെഡി നമ്മൾ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ തരുന്നുണ്ട്, എന്ത് ചെയ്യുക, പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഇപ്പോൾ ജാബും ക്രോസ് ഒക്കെ പഠിച്ചോ? എങ്ങനെ ജാബ് ചെയ്യുക, എങ്ങനെ? ഓക്കെ. ഫൈറ്റിംഗ് പൊസിഷൻ എങ്ങനെയാണ്? ഫൈറ്റിംഗ് പൊസിഷൻ എങ്ങനെ നിൽക്കുക? ഓക്കെ. ബോക്സിംഗ് ഗാർഡ് അല്ലേ? ഓക്കെ. എങ്ങനെ ജാബ് ചെയ്യാം? ഓക്കെ. ക്രോസ്. ഓക്കെ. ജാബ്, ക്രോസ്. ഓക്കെ. അപ്പോൾ ബോക്സിങ്ങും കരാട്ടിയും ഒരുപോലെ പോകുന്നുണ്ട് അല്ലേ? കരാട്ടെ ഇപ്പോൾ ഏതാണ് ബെൽറ്റ്? ഏതാണ്? ബ്ലൂ ബെൽറ്റ് ആണ്. ഓക്കെ. പിന്നെ ബോക്സിങ് ഇപ്പോൾ നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലേ? എന്തൊക്കെ എടുത്തു ഇപ്പോൾ? ജാബ്, ക്രോസ്, അതുപോലെ തന്നെ റൗണ്ടോസ്, ഹുക്ക്, അപ്പർ കട്ട് അല്ലേ? ഓക്കെ. ഒരു 1-2 അടിക്കൂ. 1-2 അടിക്കൂ. ഓക്കെ. ഇതാണ് അപ്പോൾ ഞങ്ങളുടെ ഈ അക്കാഡമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, രണ്ടിലും പിന്നെന്താണ്, കുട്ടികളെ ക്വാളിറ്റി ആക്കി എടുക്കുക എന്നുള്ളത്. അതായത് ചാമ്പ്യൻഷിപ്പുകൾ, ഒരു കുട്ടിക്ക് റിങ്ങിൽ ഇറങ്ങണമെങ്കിൽ അതിലിറങ്ങാം, അല്ലെങ്കിൽ എന്താണ് പിന്നെ കരാത്തെ പിന്നെ ബൗട്ടിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിലിറങ്ങാം. അതിന് എല്ലീറ്റിന് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാംസുകൾ നമ്മൾ വർഷത്തിലൊക്കെ നടത്താറുണ്ട്. സാധാരണ ഷോക്കർ വൈറ്റ് പോലെയുള്ള പ്രോഗ്രാമുകൾ. അതിലാണെന്നുണ്ടെങ്കിൽ ഫുൾ ആക്രോബാറ്റിക്സ്, ജിംനാസ്റ്റിക്, അതുപോലെ തന്നെ സ്റ്റിക്ക് ട്രെയിനിങ്ങിൽ, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ. അത് മുന്നത്തെ നമ്മൾ ഷോക്കർ വൈറ്റ് പ്രോഗ്രാമിൽ ഇറങ്ങിയെന്നോ? ഇറങ്ങിയിട്ടില്ലെന്നോ? അന്ന് പിന്നെ അതിനായിട്ടുണ്ടാവില്ല അല്ലേ? ഓക്കെ. എന്തായാലും വളരെയധികം സന്തോഷം. എന്തായാലും നമ്മുടെ ഈ അക്കാഡമിയുടെ ബോക്സിംഗ്, കിക്ക് ബോക്സിംഗിന്റെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഈ വീഡിയോസിനകത്തോടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. Got a taste, can't erase bitterness in my face. Work a job every day till your dreams fade away. Like a card, never change. Play the game that we say. I need a break.
I'm staying strong, need to move on to be what I want. I'll keep dreaming on. I'm staying strong, need to move on to be what I want. I'll keep dreaming on. Face on when I chase like that, yeah, I play so strong with a knife in the back. I'ma swing home run like a baseball bat. Gonna see me rise, you can hate on that. I don't play both sides, doing me no cap. I'ma ride or die for my dreams on tap. I'ma fly real high, you ain't see me slack. No, it's not how you fall, it's how you get right back up. That's how you get tough. Calluses on my hands so rough, yeah, I call your bluff. I'm not the one, mess with me and come out with none. Cause I'm so done, you had your fun. And now you're gonna face down the barrel of the gun. Cause I got a full clip with your name on it. But I'ma let you slide cause you ain't worth it. I'm staying strong, need to move on to be what I want. I'll keep dreaming on. I'm staying strong, need to move on to be what I want. I'll keep dreaming on. ഓക്കെ, എന്തായാലും പിന്നെ എത്ര ദിവസമായി പ്രാക്ടീസ്, അല്ലെങ്കിൽ എത്ര മാസമായി പ്രാക്ടീസ് ചെയ്യൽ തുടങ്ങിയിട്ട്? ഒരു മാസം ആകുമ്പോഴേക്കും നമ്മൾ ആക്കിയെടുത്ത ഒരു സംഗതിയാണ് ഇത്. എന്തായാലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും കിക്ക് ബോക്സിംഗ് ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോട്ടക്കൽ ഷോട്ടോക്കാൻ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാഡമിയുമായിട്ട് ബന്ധപ്പെടുക. കോൺടാക്ട് നമ്പർ ഞങ്ങൾ ഈ വീഡിയോസിനകത്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷം അറിയും. I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. Got a taste, can't erase bitterness in my face. Work a job every day till your dreams fade away. Like a card, never change, play the game that we say. I need a break. I'm staying strong, need to move on to be what I want. I'll keep dreaming on. I'm staying strong, need to move on to be what I want. I'll keep dreaming on. ഓക്കെ, എന്തായാലും നമ്മുടെ കുട്ടികൾ, അതായത് ഇവിടെ ബോക്സിങ് കിക്ക് ബോക്സിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളോട് നമുക്ക് ചോദിക്കാം. കാരണം പല ആളുകൾക്കും പല സംശയങ്ങളുണ്ട്. നമുക്ക് എല്ലാവരും സംശയങ്ങളും തീർക്കാൻ പറ്റൂല. കാരണം പിന്നെ ഇവിടെ കിക്ക് ബോക്സിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ പിന്നെ കിക്ക് ബോക്സിംഗ് അറിയോ എന്നുള്ളതൊക്കെ എന്തായാലും നമ്മുടെ കുട്ടികളോട് തന്നെ ചോദിക്കാം. അല്ലെ, ഒരുപാട് കുട്ടികളുണ്ട് ഇതിൽ അല്ലേ. ഒരുപാട് കുട്ടികൾ പറഞ്ഞെങ്കിൽ ഇന്ന് ഒരുപാട് കുട്ടികൾ ലീവാണ്, അതിൽ ശേഷിച്ച കുട്ടികളാണ്. എന്തായാലും എന്താ പേരെന്താ? അമനാദി. എന്താണ് പേര്? മുഹമ്മദ് വിൽദാൻ. വെരി ഗുഡ്. ഓക്കെ, പിന്നെ ഇതാ ഒരുപാട് വർഷമായിട്ട് കാരണം കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങിയ ആളുകൾ ആരൊക്കെ ഇതില്? ഓക്കെ, 1, 2, 3 കണ്ടില്ലേ? ഓക്കെ, ഇവരൊക്കെ കിക്ക് ബോക്സിംഗിൽ ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങിയതാണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും സീനിയർ ആയിട്ട് നമ്മൾ പിന്നെ ഏകദേശം 2009 2010 കാലഘട്ടങ്ങളിൽ നമ്മൾ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് എത്രയോ വർഷം മുമ്പ് നമ്മൾ ഈ ട്രെയിനിങ് ഇവിടെ തുടങ്ങണം എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം, ഇയാളോട് തന്നെ ചോദിച്ചു നോക്കാം. എത്ര ചാമ്പ്യൻഷിപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം? ചാമ്പ്യൻഷിപ്പ് അങ്ങനെ കൃത്യമായിട്ട് തന്നെ ഓർമ്മയില്ല. കാരണം 2009 ആദ്യമായിട്ട് ഇറങ്ങുന്നത്. ഇപ്പോൾ ഒരു 10-16 വർഷത്തിനടുക്ക് ഒരുവിധം ചാമ്പ്യൻഷിപ്പുകൾ മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇത് എന്താണ് ഒരു കരാട്ടെ ചാമ്പ്യൻഷിപ്പിലല്ല. കാരണം നമ്മൾ കാലിക്കറ്റ് വെച്ച് നടന്ന 2009, 10, 12 ഒരു വീഡിയോസ് നമ്മൾ കയ്യിൽ തന്നെ ഉണ്ടാവും. കാരണം അതിന്റെ മുമ്പുള്ള ചാമ്പ്യൻഷിപ്പിന്റെ വീഡിയോസ് നമ്മുടെ കയ്യിലില്ല. അപ്പൊ എന്തായാലും പിന്നെ സംഷീർ ഒരുപാട് വർഷമായിട്ടുണ്ട്. അപ്പൊ എത്ര വർഷമായി ഇവിടെ പ്രാക്ടീസ് ചെയ്യൽ തുടങ്ങിയിട്ട്? ഇന്ത്യ അണ്ടറിൽ ഞാൻ കരാട്ടെ പ്രാക്ടീസ് ചെയ്യൽ തുടങ്ങിയിട്ട് മാസെടുത്ത് വന്നിട്ട് ഒരു 10-20 വർഷം ആയി. 20 വർഷത്തോളമായി. അതിൽ ഏകദേശം ഒരു 10-15 വർഷത്തോളമായി കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങൽ തുടങ്ങിയിട്ട്. അപ്പൊ ഇതൊക്കെ കുട്ടികൾ പറയുന്നതാണ്, പല ആളുകളും പറയുന്നതല്ല. അപ്പോൾ ആർക്കെങ്കിലും ബോക്സിംഗ് കിക്ക് ബോക്സിംഗ് എന്താണ് ഒരു സർട്ടിഫൈഡ് ട്രെയിനർ അണ്ടറിൽ നിങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ തന്നെ വരിക. കോട്ടക്കൽ ഷോട്ടോക്കാൻ കരാട്ടെ അക്കാഡമിയിൽ തന്നെ വരിക. ഓക്കെ, എന്തായാലും നമുക്ക് മറ്റൊരാളെ പരിചയപ്പെടാം. എന്താണ് പേരെന്താ? ഷഫീഖ്.
ഷഫീഖ് അതുപോലെ തന്നെ എത്ര ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്? ഏകദേശം ഒരു 6 ചാമ്പ്യൻഷിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയത്? അതാണ് ലാസ്റ്റ് കരാട്ടന്റെ ചാമ്പ്യൻഷിപ്പ് അല്ല, നമ്മള് പിന്നെ കിക്ക് ബോക്സിംഗിന്റെ ചാമ്പ്യൻഷിപ്പ്, പിന്നെ കാജുകാടിന്റെ നാഷണൽ ചാമ്പ്യൻഷിപ്പ്, അതായത് ദിലീപ് സാറൊക്കെ നടത്തുന്ന ചാമ്പ്യൻഷിപ്പില്. ഓക്കെ, എത്ര റൗണ്ട് അടിച്ചു? അതില് 2 റൗണ്ട് അടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പൊ അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങി, കാജുകാടിന്റെ ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങിയിരുന്നോ? ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ റിങ്ങിലാണ് ഇറങ്ങിയത്. ഓക്കെ, ഇതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒരുപാട് കുട്ടികൾ ഇത്തരത്തിൽ നമ്മളെ അക്കാഡമിയിൽ തന്നെ കിക്ക് ബോക്സിങ്ങും അതുപോലെ തന്നെ പിന്നെ ബോക്സിങ് അതുപോലെ തന്നെ കരാട്ടെ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എന്താണ്, ഈ നമ്മളെ കരാട്ടി തന്നെ ഫുൾ കോൺടാക്ട് സെമി കോൺടാക്റ്റിൽ മാത്രം ഒതുങ്ങിക്കുന്ന ഒരു അക്കാഡമി അല്ല ഇത്. കാരണം ക്യോക്യൂഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കരാട്ടിൽ ഫുൾ കോൺടാക്ട് ഫൈറ്റിംഗ് ആണ്. കാരണം ഒരു എക്യുപ്മെന്റ്സും ഇല്ലാത്ത ഒരു ചാമ്പ്യൻഷിപ്പാണ്, ഫുൾ കോൺടാക്ട് ചാമ്പ്യൻഷിപ്പാണ് ഇപ്പൊ കഴിഞ്ഞ പിന്നെന്താണ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് അല്ലേ? നാഷണൽ ചാമ്പ്യൻഷിപ്പ് ക്യോക്യൂഷിന്റെ ഫുൾ കോൺടാക്ട് ചാമ്പ്യൻഷിപ്പ് ഒരു എക്യുപ്മെന്റ്സ് ഉണ്ടാവില്ല. ഏത് ഗ്ലൗസോ ഷിംബാഡോ അതുപോലത്തെ ചെസ്റ്റ് പാഡോ ഒന്ന് ഗ്രൗണ്ട് ഗാർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങിയ കുട്ടികളുണ്ട് ഇതിൽ. കഴിഞ്ഞ ക്യോക്യൂഷിൽ ഇറങ്ങിയ കുട്ടികൾ ആരൊക്കെയാണ് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? എന്തായി റിസൾട്ട്? എന്തായി? നല്ല റിസൾട്ടാണ്. നല്ല റിസൾട്ട്. അതായത് ഫസ്റ്റ് സെക്കൻഡ് അടിച്ചിട്ടുണ്ട്. ക്യോക്യൂഷിലാണെങ്കിൽ ഒരു പിന്നെ നമ്മുടെ എക്യുപ്മെന്റ്സ് ഇല്ലാതെ ഗ്ലൗസോ ഷിംബാഡോ ഒന്നും ഇല്ലാതെ അതിലടിച്ചിരുന്നോ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇതിന്റെ മകനാണ്, പുറത്തുള്ള ഒരു കുട്ടിയൊന്നുമല്ല, നമ്മളെ മകൻ തന്നെയാണ്. ഇവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഈ ഡിഗ്രിക്ക് പഠിക്കുന്നത് എങ്ങനെയാണ്? ഈ പിന്നെ രാമപുരം ജെംസ് കോളേജിലാണ് പഠിക്കുന്നത്. അവിടെ കിട്ടിയത് തന്നെ എന്താണ്, നമ്മളെ കരാട്ടെ അല്ലെങ്കിൽ കിക്ക് ബോക്സിങ്ങിലൂടെ മാത്രം കിട്ടിയ ഒരു സംഗതിയാണ്. അവിടെ സ്കൂൾ ലെവൽ മറ്റേ കോളേജ് ലെവലിൽ തന്നെ ഇപ്പോൾ ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങിയില്ലേ? അതായത് സ്റ്റേറ്റ് ലെവലില് കിക്ക് ബോക്സിങ്ങിലല്ല ഇറങ്ങിയത്. കിക്ക് ബോക്സിങ്ങിൽ എത്രാമത്തെ സ്ഥാനം കിട്ടിയത്? യൂണിവേഴ്സിറ്റി 3rd റാങ്ക് ആണ്. ഏത് സ്റ്റേറ്റില്? കോൺടാക്ട്. ഓക്കെ, ഫുൾ കോൺടാക്റ്റില് നമ്മളെന്താണ്, നമ്മൾ 3ാം സ്ഥാനം കിട്ടി എന്നുള്ളതാണ്. കാരണം ഗ്രേസ് മാർക്കും അല്ലെങ്കിൽ എന്താണ് സ്പോർട്സ് കോട്ടയിലൊക്കെ ആയിട്ട് നമ്മളെ കുട്ടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ക്യോക്യൂഷിൽ അടിച്ചിരുന്നോ? ഓക്കെ, നേരത്തെ ബോക്സിംഗിൽ കണ്ടല്ലോ. ഇവൻ തന്നെ എന്താണ് ഇവിടെ കിക്ക് ബോക്സിംഗിലും ചെയ്യുന്നുണ്ട്, ബോക്സിംഗ് ചെയ്യുന്നുണ്ട്, കിക്ക് ബോക്സിംഗ് ചെയ്യുന്നുണ്ട്, അതുപോലെ കരാട്ടയും ചെയ്യുന്നുണ്ട്. 3 സംഗതികൾ. കാരണം എന്താ, ഒരു കരാട്ടന്റെ ഫീസ് അടച്ചാൽ തന്നെ ബോക്സിംഗും കിക്ക് ബോക്സിംഗും ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. പല അക്കാഡമി എന്താണ് ഇതിനൊക്കെ എക്സ്ട്രാ ഫീസൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു സംഗതി. ക്യോക്യൂഷിൽ അടിച്ചിരുന്നോ? എത്രാം സ്ഥാനം കിട്ടി? 2ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്യോക്യൂഷിൽ അടിച്ചില്ലേ? എന്താ കിട്ടിയത്? ഓക്കെ, ചാമ്പ്യനാണ്. കാരണം 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് ക്യോക്യൂഷിൽ ഫുൾ കോൺടാക്ട്. ഇതൊക്കെ നമ്മൾ വെറുതെ പറയുന്നല്ല, ഒരുപാട് ട്രോഫികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണാം. ക്യോക്യൂഷിൽ അടിച്ചിരുന്നോ? ഏതാണ്? ചാമ്പ്യനായി, കണ്ടില്ലേ? അപ്പൊ ഇവരൊക്കെ എന്താണ്, കരാട്ടെ ഏത് ഇവന്റ് ആണെങ്കിലും നിങ്ങൾക്ക് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മാർഷൽ ആർട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാമ്പ്യൻഷിപ്പ് നടത്തുകയാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്, 2000-ൽ പരം കുട്ടികളുണ്ട്. നമ്മൾ ഏത് ചാമ്പ്യൻഷിപ്പിനും ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. ക്യോക്യൂഷിൽ ഇറങ്ങിന്നോ? എത്രാമത്തെ സ്ഥാനം കിട്ടിയത്? ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇയാൾ ഇറങ്ങിന്നോ? ക്യോക്യൂഷിൽ ഇറങ്ങിയിട്ടില്ല. ക്യോക്യൂഷിൽ ഇറങ്ങിന്നോ? എത്രാം സ്ഥാനം കിട്ടിയത്? ഫസ്റ്റ് കിട്ടി, കണ്ടില്ലേ? അപ്പോ വിൽദ ഇറങ്ങിന്നോ? ഇല്ല. ആദ്യമോന് എത്ര സ്ഥാനം കിട്ടിയത്? സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷം. നിങ്ങൾക്ക് ബോക്സിങ് അല്ലെങ്കിൽ കിക്ക് ബോക്സിങ്, കരാട്ടെ അല്ലെങ്കിൽ മൊയ്ത്തായി അല്ലെങ്കിൽ എന്താണ് സ്റ്റിക്ക് ട്രെയിനിങ്, ഒരുപാട് ട്രെയിനിങ്ങുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോട്ടക്കൽ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും മാർഷൽ ആർട്സുകൾ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ ക്ലാസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഒട്ടും വൈകണ്ട. എന്തായാലും വീഡിയോസ് ചെയ്യാനുള്ള കാരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ സംശയങ്ങൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ഞങ്ങൾ ചെയ്തത്. ഓക്കെ, എന്തായാലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഞങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ബൈ.